മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ 1 തിമോത്തി 5:24-25 1 Timothy chapter 5 verse 24 and 25. ചിലരുടെ പാപങ്ങൾ നേരെ ന്യായവിധിയിലേക്ക് നയിക്കും വിധം പ്രകടമാണ്. മറ്റു ചിലരുടെ പാപങ്ങളാകട്ടെ കുറെ കഴിഞ്ഞ് വെളിപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെ സത്പ്രവൃത്തികളും പ്രകടമാണ്, അഥവാ സ്പഷ്ടമല്ലെങ്കിൽ തന്നെയും അവയെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. എന്നും രഹസ്യമായിരിക്കുന്നത് ഒന്നുമില്ല. നന്മയായാലും തിന്മയായാലും അത് എന്നെങ്കിലും പരസ്യമാകും. ചിലരുടെ പാപങ്ങൾ ആദ്യം തന്നെ പിടിക്കപ്പെടും, ചിലരുടേത് പിടിക്കപ്പെടുവാൻ കാലതാമസം ഉണ്ടാകും. അതുപോലെ ചിലർ ആത്മത്യാഗം ചെയ്ത് സേവനമനുഷ്ഠിച്ചാൽ ആരും മനസ്സിലാക്കുകയില്ല. കാലാന്തരത്തിൽ അവ വെളിവാകും. ആരുടെയെങ്കിലും പാപങ്ങൾ വെളിപ്പെടാതിരിക്കുന്നെങ്കിൽ മാനസാന്തരപ്പെട്ട് ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്തുവാൻ ദൈവം തന്നെ ഒരവസരം തരുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഒരിക്കൽ സകലവും പരസ്യമാകും, അന്ന് നീ ലജ്ജിതനാവുകയും ചെയ്യും. തെറ്റുകളെ രഹസ്യമായി സൂക്ഷിച്ച് ജീവിതത്തെ ഒരു അഭിനയവേദിയാക്കാമെന്ന് ചിലർ വ്യാമോഹിക്കുന്നു. ആദാമും ഹവ്വയും വിലക്കപ്പെട്ട കരി പറിച്ചപ്പോഴും കായേൻ ഹാബേലിനെ വധിച്ചപ്പോഴും മോശ ഇസ്രായേലിനെ അടിച്ചുവെന്നും മണലിൽ മറവ് ചെയ്തപ്പോഴും ജോസഫിനെ സഹോദരങ്ങൾ അടിമയാക്കി വിറ്റപ്പോഴും ദാവീദ് ഊറിയായെ ചതിവിൽ കൊന്നപ്പോഴും ബത്ശബയെ സ്വന്തമാക്കിയപ്പോഴും രഹസ്യം സൂക്ഷിക്കാമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അവയെല്ലാം പരസ്യമായി. ത്യാഗപൂർവ്വം നാം ചെയ്യുന്ന സേവനങ്ങൾ ആരും അറിയുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് ഭാരപ്പെടാറുണ്ട്. ദൈവം അവയെ വെളിപ്പെടുത്തി നിന്നെ ബഹുമാനിക്കും. 2 കാശ് ദേവാലയത്തിൽ സമർപ്പിച്ച വിധവയെയും കർത്താവിനെ പരിമളതൈലം പൂശിയ സ്ത്രീയെയും രഹസ്യമായി കർത്താവിന്റെ വസ്ത്രാഗ്രം സ്പർശിച്ച രക്തസ്രാവിയായ സ്ത്രീയെയും കർത്താവ് അറിഞ്ഞു. ലോകവും അവരെ അറിയുന്നു. രഹസ്യമായി ചെയ്യുന്ന നന്മകൾ പരസ്യമാകുമെന്ന് നിശ്ചയമാണ്. അപ്രകാരമുള്ള നന്മകളിൽ അടിസ്ഥാനമിടുന്ന ജീവിതം ഒരിക്കലും പരാജയപ്പെടുകയില്ല. ദൈവത്തിന്റെ ഡയറിയിൽ കുറിക്കപ്പെടാതെ ഒരു രഹസ്യവുമില്ല. ആ ഒരു ബോധ്യത്തോടെ നാം ജീവിക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.